നെക്സ്റ്റ് ഒരു സൈക്കിളിസ്റ്റ് ഒരു നെഗോഷിയേറ്റിംഗ് കർവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അങ്ങനെ പറഞ്ഞത്? നെഗോഷിയേറ്റിംഗ് കർവ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നതാണ്. ഒരു വളവ് തിരിയുന്ന ഒരു സൈക്ലിസ്റ്റിൻ്റെ കാര്യം ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അറിയാമെന്നുള്ള കഥകൾ തന്നെയാണ് ഞാൻ പറയാം. ഒരു റോഡ് വഴി ഒരു സൈക്കിളുകാരൻ വളഞ്ഞു വരികയാണ്. ഓക്കെ, ഇപ്പോൾ നോക്കൂ, ഇതാണ് റോഡ്. ഇങ്ങനത്തെ വളഞ്ഞ റോഡാണ് കേട്ടോ. ഈ റോഡ് ഒരു സൈക്കിളുകാരൻ വരികയാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇപ്പോൾ സൈക്കിളുകാരൻ എന്ത് ചെയ്യുമെന്ന് പറയും. ഇങ്ങോട്ട് നോക്കണം, ഇത് സൈക്കിളിൻ്റെ ടയറാണ് കേട്ടോ. ഇതെൻ്റെ മഡ് ഗാർഡാണ്, ഇതെൻ്റെ ഫോർക്കാണ്, കണ്ടില്ലേ? ഇനി ഇവിടെ ഹാൻഡിലൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, കണ്ടോ? പുതിയ സൈക്കിളാണ്, ഇപ്പോൾ വരുത്തിയതാണ്. ഓക്കെ, ഇവിടെ ഹെഡ്ലൈറ്റൊക്കെ ഉണ്ട്, അവിടെ ഇരുന്നോട്ടെ. നമ്മുടെ സൈക്കിളിനെ കണ്ടില്ലേ? സൈക്കിള് വളവ് തിരിഞ്ഞ് വരുന്ന സൈക്ലിസ്റ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഈ വളഞ്ഞ റോഡിൻ്റെ സെൻറ്റർ ഇവിടെ എങ്ങനെ വരിക്കും അല്ലേ? അപ്പോൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ വളഞ്ഞു വരുന്ന സമയത്ത് കണ്ടോ, റോഡ് ഇങ്ങനെയാണ് ചരിഞ്ഞ് വരുന്നത്. സൈക്ലിസ്റ്റ് ടിൽറ്റ് ചെയ്യും അയാളുടെ പൊസിഷൻ, നേരെ ഓടിച്ചല്ല വരിക. പിന്നെ എന്ത് ചെയ്യും? ചെറുതായിട്ടൊന്ന് ചരിക്കും. എന്തിനു വേണ്ടി എന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സൈക്ലിസ്റ്റ് ഇവിടെ ഇരിക്കുന്നു. സൈക്ലിസ്റ്റ് കർവ് തിരിഞ്ഞു വരികയാണ്. അയാൾ ഇങ്ങനെ ആയിരിക്കും ചരിയുന്നത്. അയാൾ ചരിയുന്നത് എങ്ങോട്ടായിരിക്കും? ഈ സെൻറ്ററിനെ എയിം ചെയ്തായിരിക്കും. എന്തിനാണ് ഇങ്ങനെ അയാൾ ചരിയുന്നത്? ഇതാദ്യം പറയാം. ഇപ്പോൾ ഒരു സൈക്ലിസ്റ്റ് ഒരു കർവ് എന്തിനാണ് ചരിക്കുന്നത്? നേരെ വന്നാൽ പോരെ? നേരെ വന്നാൽ പോരാ. നേരെ വന്നു കഴിഞ്ഞാൽ അയാളുടെ സൈക്കിളിൻ്റെ ടയറും തറയും തമ്മിലുള്ള ഫ്രിക്ഷൻ അയാൾക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടി സഫീഷ്യൻ്റ് ആവില്ല. അപ്പോൾ ഇയാൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് പറയും. ഇയാൾ റോഡ് നേരെയാണ് നിന്നിരുന്നെങ്കിൽ, അപ്പോൾ സൈക്കിൾ ഇങ്ങനെ നേരെയാണ് നിന്നിരുന്നെങ്കിൽ നിങ്ങൾ തന്നെ പറയും, ഇത് സൈക്കിളാണ്, സൈക്കിൾ ഇങ്ങനെയാണ് നിന്നിരുന്നെങ്കിൽ നിങ്ങൾ പറയും, ഇതിൻ്റെ വെയിറ്റ് എങ്ങനെ മക്കളെ? mg ആണ് അല്ലടാ. ഇനി നോർമൽ ഫോഴ്സ് എങ്ങോട്ടാ? മേലോട്ടാണല്ലേ. ഇപ്പം ഇങ്ങനെ കിട്ടിയേനെ. ഇപ്പം നേരെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ കിട്ടിയേനെ. ഇപ്പം ഇയാൾ ചരിച്ച സമയത്ത് ഇയാൾ യഥാർത്ഥത്തിൽ ചെയ്തത് ഈ നോർമലിനെ ഇങ്ങനെ ചരിക്കുകയാണ് ചെയ്തത്. ഈ വെർട്ടിക്കൽ പൊസിഷനുമായിട്ട് ഒരു തീറ്റ ആംഗിൾ അയാൾ സൈക്കിളിനെ ചരിച്ചു അല്ലേ. ഇനി ഇതിൻ്റെ വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? സൈക്കിളിൻ്റെ വെയിറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? mg ആണ്. അപ്പോൾ mg താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതിന് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ട് വരയ്ക്കാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. വെയിറ്റ് എത്രയാ? mg ആണ്. ഓക്കെ, അത് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇയാൾ നേരെ ഇരുന്ന നോർമലിനെ ചരിക്കുകയാണ്. എത്ര ആംഗിൾ ചരിച്ചു? തീറ്റ ആംഗിൾ ചരിച്ചു. ഇനി അടുത്ത് n എന്ന് പറയുന്ന ഈ സാധനത്തിന് റിസോൾവ് ചെയ്താൽ രണ്ട് കമ്പോണൻറ്റ് കിട്ടും. ഒന്നിങ്ങനെയും ഒന്ന് മേലോട്ടും. അപ്പോൾ ഇങ്ങനെ രണ്ട് കമ്പോണൻറ്റ് കിട്ടും. ഇത് അഡ്ജസൻ്റാണ്, അപ്പോൾ ഇത് കോസ് ആയിരിക്കും. അപ്പോൾ ഇത് n കോസ് തീറ്റ ആയിരിക്കും. ഇതെന്തായിരിക്കും? n സൈൻ തീറ്റ ആയിരിക്കും. ഈ n സൈൻ തീറ്റ എന്ന് പറയുന്ന ഈ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? റോഡിൻ്റെ സെൻറ്ററിനെ, ആ കർവിൻ്റെ സെൻറ്ററിനെ എയിം ചെയ്താണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവനാണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്. ഈ സാധനമാണ് എന്ത് കൊടുക്കുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ n സൈൻ തീറ്റ എന്ത് കൊടുക്കും? സൈക്കിളിന് ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കും. അപ്പോൾ mv²/r കൊടുക്കും. ഓക്കെ, ഇനി n കോസീറ്റ mgയെ ബാലൻസ് ചെയ്യും. n കോസീറ്റ എന്തിനെ ബാലൻസ് ചെയ്യും? mgയെ ബാലൻസ് ചെയ്യും. ബുദ്ധിമുട്ടൊന്നുമില്ല, രണ്ട് ഇക്വേഷൻസ് ആയി കിട്ടിയിട്ടുണ്ട്. പേടിക്കുകയും ചെയ്യരുത്, ഒരു പാടുള്ള കേസല്ല. ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യാം. n സൈൻ തീറ്റ ബൈ n കോസ് തീറ്റ, n ക്യാൻസലായി. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറ mv²/r ഡിവൈഡഡ് ബൈ mg എന്നാണ്. അപ്പോൾ ഇൻറ്റു 1/mg എന്നല്ലേ. അപ്പോൾ m ക്യാൻസലായി, ബാക്കി ഞാൻ ഇവിടെ എഴുതാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറയൂ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു v²/rg എന്നാണ്. v²/rg. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇനി v² അതിൽ നിന്ന് ഇങ്ങനെ കാണാം rg ടാൻ തീറ്റ എന്നാണ് അല്ലേ. ഇനി അപ്പം v എങ്ങനെ കാണും? √rg ടാൻ തീറ്റ എന്നാണ്. നിങ്ങളിവിടെ നോക്കൂ, ഈ ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നിങ്ങളുടെ സൈക്കിള് ഇപ്പം ടേൺ ചെയ്തിരിക്കുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ആ തീറ്റ ഉപയോഗിച്ച് ടാൻ തീറ്റ കണ്ടുപിടിക്കുക. ഇൻറ്റു rg എടുത്താൽ ഇപ്പം നിങ്ങളുടെ സൈക്കിൾ എത്ര വെലോസിറ്റിയിൽ ഓടിക്കാമെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ തീറ്റ വാല്യൂ കൂടിയാൽ ടാൻ തീറ്റ എന്ത് ചെയ്യും? കൂടി വരും. അപ്പോൾ തീറ്റ കൂടിയാൽ ടാൻ തീറ്റ കൂടും. അപ്പോൾ തീറ്റ എത്രത്തോളം കൂട്ടുന്നോ അത്രത്തോളം കൂടിയ വെലോസിറ്റിയിൽ നിങ്ങൾക്ക് സൈക്കിൾ ഓടിക്കാം. അപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കത്തിച്ചാണ് വരുന്നതെങ്കിൽ വളവെത്തുമ്പോഴത്തേക്ക് മാക്സിമം ചരിക്കുക.
മനസ്സിലായില്ലേ? അപ്പോൾ ചരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടും, നിങ്ങളെങ്ങും തെന്നി വീഴത്തില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ സാധനം. ഇപ്പം ഞാൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ വീണ്ടും പറയാൻ പോവാണ്. ഓക്കെ, ഒരു പ്രയാസമുള്ള സെക്ഷൻ അല്ലല്ലോ, പ്രയാസമൊന്നും ഉള്ളതല്ല. ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞിട്ട് അങ്ങ് പോയേക്കാം. ഇതിനകത്തുനിന്ന് ടാൻ തീറ്റ എത്ര വരും മക്കളെ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറ v²/rg എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് v²/rg അല്ലേ? ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? എത്ര ആംഗിൾ ചരിക്കണം എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. അപ്പോൾ വാട്ട് ഈസ് ആംഗിൾ ടു വിച്ച് ബൈസൈക്കിൾ ഈസ് ടു ബി ടിൽറ്റഡ് എന്നാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് v²/rg എന്നാണ്. ഇതിനകത്ത് ഇതിനകത്ത് വളരെ ക്ലിയർ ആണ്. v കൂടുതലാണെങ്കിൽ തീറ്റയും കൂടുതലായിരിക്കും. അതായത് നല്ല വെലോസിറ്റിയിൽ വരുന്നവനാണെങ്കിൽ കൂടിയ ആംഗിൾ തിരിക്കണം. തിരിക്കുക അറിഞ്ഞൂടാത്തവൻ തിരിച്ചാൽ അടുത്ത പരടത്തിൽ പോയിരിക്കും. അപ്പോൾ തിരിക്കുന്നത് എല്ലാത്തിനും ഒരു മര്യാദയുണ്ട്. അപ്പം മര്യാദയുടെ രീതിയിൽ തിരിക്കുക. ഓക്കെ, സോ ഇതാണ് സൈക്ലിസ്റ്റ് നെഗോഷിയേറ്റിംഗ് എ കർവ്. ഓക്കെ, അപ്പം നമുക്ക് സന്തോഷമായിട്ട് ഇത് 2 പ്രാവശ്യം കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു പ്രയാസവും ഇല്ല. ഓക്കെ, അപ്പം നമുക്ക് ആ സംഭവം ഒന്നും കൂടെ പറയാം. എന്താണ് സൈക്ലിസ്റ്റ് നെഗോഷിയേറ്റിംഗ് എ കർവ്? നോക്കിക്കോളൂ. സോ ഇത് നമ്മുടെ കർവ് കണ്ടല്ലേ? അപ്പം നമ്മുടെ കർവാണ്. ഈ കർവിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. ഇപ്പോൾ ഇത് റോഡാണ്. അപ്പോൾ ഇതിൽ കൂടെ വരുന്ന സൈക്കിളിൽ ഇങ്ങോട്ട് വരുന്ന ആൾ എങ്ങനെ സൈക്കിൾ ചരിക്കും? അയാൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ നെയിം ചെയ്തായിരിക്കും ചരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങനെയായിരിക്കും സൈക്കിൾ ചരിക്കുന്നത്. അപ്പോൾ സൈക്കിളിൻ്റെ സൈഡ് വ്യൂ അത് വരയ്ക്കാൻ എളുപ്പമാണ്. നിങ്ങൾ കണ്ടോളൂ. അതുകൊണ്ട് ഇങ്ങനെ ഒരു പെട്ടി വരയ്ക്കാൻ നിങ്ങളെ കൊണ്ടുപോകൂലേ? ഒരു പെട്ടി. ഇനി അടുത്തതാണ്ട് ഇങ്ങനെ വരയ്ക്കാൻ അറിഞ്ഞൂടെ? ഇങ്ങനെ ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് താണ്ട് ഇങ്ങനെ വരയ്ക്കാൻ അറിയില്ലേ? അപ്പോൾ ഇതായി. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതാണ്ട് ഇങ്ങനെ വരയ്ക്കുക. കണ്ടോ? ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് ഇങ്ങനെയും ഇങ്ങനെ ആക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു ഹെഡ് ലൈറ്റ് വരയ്ക്കാൻ നിങ്ങളെ കൊണ്ടുപോകൂലേ? അപ്പോൾ സൈക്കിളായി. ഓക്കെ, ഇനി എന്താണ്? ഇപ്പോൾ ഇങ്ങനെ വരച്ച് വയ്ക്കുക. സൈക്കിളിസ്റ്റ് അങ്ങോട്ട് ചരിച്ചതാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇയാൾ നേരത്തെ ഇങ്ങനെ വരികയായിരുന്നു, സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ഇരുന്ന് ഓടിച്ച് വരികയായിരുന്നു അല്ലേ? ഇത് ടയറ്, മഡ്ഗാർഡ്, എൻ്റെ ഫോർക്ക്, ഹാൻഡില് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനി ഇത് എൻ്റെ ഹെഡ് ലൈറ്റ് ഇങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ സമയത്ത് വെയിറ്റ് എത്രയാണ്? വാട്ട് ഈസ് എ വെയിറ്റ്? mg ആണ് അല്ലേ? mg ആണ് വെയിറ്റ്. ഇനി തറയിൽ നിന്ന് മേലോട്ട് നോർമൽ ഫോഴ്സ് കിട്ടുമായിരുന്നു. ഇങ്ങനെ നോർമൽ ഫോഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ഇയാൾ ഈ ചരിക്കുന്ന സമയത്ത് ഹീ ഈസ് ആക്ച്വലി ടിൽറ്റിംഗ് ദ നോർമൽ. സോ ഹീ ഈസ് ആക്ച്വലി ടിൽറ്റിംഗ് ദ നോർമൽ ത്രൂ ആൻ ആംഗിൾ തീറ്റ ഫ്രം വെർട്ടിക്കൽ. സോ ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ. വെർട്ടിക്കലിൽ നിന്ന് തീറ്റ ആംഗിൾ അയാൾ ചരിക്കുകയാണ് ചെയ്തത്. ഇനി ബാക്കി കാര്യം പറയൂ. വെയിറ്റ് എത്രയാ? mg ആണ്. mg ആണ്. അപ്പോൾ ഈ mg ഞാൻ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വരയ്ക്കാം. വരയ്ക്കുമ്പോൾ സൗകര്യത്തിന് വരയ്ക്കാനാണ്. അപ്പോൾ ഇവിടെ കൊണ്ട് വരയ്ക്കാം. അപ്പോൾ mg. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ. n എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അല്ലേ? n ക്യാൻ ബി റിസോൾവ്ഡ് ഇൻ ടു 2 കമ്പോണൻസ്. വാട്ട് ആർ ദേ? ഒരെണ്ണം ഇതാണ്. ഒരു കമ്പോണൻറ്റ് ഇങ്ങനെയാണ്, ദെൻ ഒരു കമ്പോണൻറ്റ് അങ്ങോട്ടാണ്. അതായത് ഈ കമ്പോണൻറ്റ് എങ്ങോട്ടാ? സർക്കിളിൻ്റെ ആ സെൻറ്റർ നെയിം ചെയ്താണ്. ഇനി അപ്പോൾ ഇത് അഡ്ജസൻറ്റ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇത് കോസ് കമ്പോണൻ്റ് ആണ്. അപ്പോൾ n കോസ് തീറ്റ, ഇതേതാണ്? n സൈൻ തീറ്റ. ഇങ്ങനെ 2 കമ്പോണൻസ് കിട്ടും. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ബാക്കി കാര്യങ്ങളെല്ലാം പറയണം. ഇവിടെ വെർട്ടിക്കലി ഉള്ള ഫോഴ്സുകളെല്ലാം ഇക്വേറ്റ് ചെയ്യുക. നോക്കൂ, n കോസ് തീറ്റ മേലോട്ടാണ്, mg താഴോട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ബാലൻസറാണ്. അപ്പോൾ n കോസ് തീറ്റ ഈസ് ഈക്വൽ ടു വാട്ട്? mg എന്ന് ഞാൻ എഴുതി. ഓക്കെ, ഇനി അടുത്തെന്താണ്? ഈ n സൈൻ തീറ്റ നിങ്ങൾ കണ്ടോ? അത് സർക്കിളിൻ്റെ സെൻറ്ററിലോട്ടാണ്. ഇറ്റ് വിൽ പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ n സൈൻ തീറ്റ വിൽ പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ mv²/r. എത്ര ഇക്വേഷനായി? 2 ഇക്വേഷൻസ് ആയി ആണല്ലോ. യു ഡിവൈഡ് യുവർ ഇക്വേഷൻസ്. പറയൂ. n സൈൻ തീറ്റ ബൈ n കോസ് തീറ്റ. n പോയി ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറയൂ mv²/r ഡിവൈഡഡ് ബൈ ഇത്. അപ്പോൾ ഇൻറ്റു 1/mg എന്ന് വരും. ഓക്കെ, ഇത് ക്യാൻസലായി. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു v²/rg എന്ന് വരും അല്ലേ? അപ്പോൾ ക്രോസ് ചെയ്താൽ v² ഈസ് ഈക്വൽ ടു rg ടാൻ തീറ്റ എന്ന് വരും ആണല്ലോ. അപ്പോൾ വാട്ട് ഈസ് v? v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് rg ടാൻ തീറ്റ എന്ന് വരും ആണല്ലോ. വാട്ട് ഈസ് r? r ഈസ് എ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സർക്കുലർ റോഡിൻ്റെ റേഡിയസ് ആണ്. g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. തീറ്റ എന്ന് പറയുന്നത് എത്ര ആംഗിൾ ചരിക്കണമെന്നാണ്. നിങ്ങൾക്കറിയാം. നോക്കൂ, നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു അല്ലേ ഇവിടെ റൂട്ട് ഓഫ് ടാൻ തീറ്റയ്ക്ക്?
അപ്പോൾ തീറ്റയുടെ വാല്യൂ കൂടിയാൽ ടാൻ തീറ്റ കൂടും. ടാൻ തീറ്റ കൂടിയാൽ റൂട്ട് ഓഫ് ടാൻ തീറ്റയുടെ ആൻസർ കൂടും. അപ്പോൾ വെലോസിറ്റി അത്രയും കൂടുതൽ വരാം. അതായത് നല്ല വെലോസിറ്റിയിൽ വരണമെങ്കിൽ ഈ ആംഗിൾ ഓഫ് ടിൽറ്റിംഗ് എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. അപ്പോൾ പറന്ന് വരുന്ന ഒരാൾ മാക്സിമം ചരിക്കാന്നുള്ള മാക്സിമം ചരിച്ച് വണ്ടി ഓടിക്കണം. നിങ്ങൾ ബൈക്ക് റേസ് കണ്ടിട്ടില്ലേ? അതിനകത്ത് ബൈക്ക് ഇങ്ങനെ കിടത്തിയൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ എത്രത്തോളം നമ്മുടെ സ്പീഡ് എങ്ങനെയെന്ന് നോക്കണം. നല്ല സ്പീഡാണെങ്കിൽ ചരിക്കാന്നുള്ള അങ്ങേറ്റം. അവൻ കിടത്തുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? കിടത്തിയാണ് പോകുന്നത്. അപ്പോൾ തീറ്റ അവർ 90യോട് അടുപ്പിക്കും. മനസ്സിലല്ലേ? അപ്പോൾ ടാൻ 90 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ അത്രയും ഹയസ്റ്റ് വെലോസിറ്റിയിൽ അയാൾക്ക് അതുവഴി പോകാൻ പറ്റും. അപ്പോൾ എന്തിനാണ് ഈ ചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? തീറ്റ കൂട്ടിയാൽ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ പ്രകാരം അയാൾക്ക് റൈഡ് ചെയ്യാന്നുള്ള വെലോസിറ്റി എന്ത് ചെയ്യും? അയാൾക്ക് അതനുസരിച്ച് കൂടാം. അപ്പോൾ ഹയസ്റ്റ് വെലോസിറ്റിയിൽ വരുന്ന ആളാണെങ്കിൽ മാക്സിമം ആംഗിളിൽ അയാൾ ചരിക്കണം. ഇനി നമ്മുടെ ഈ ഇക്വേഷനകത്തു നിന്ന് ടാൻ തീറ്റ എന്താണെന്ന് പറയൂ. വാട്ട് ഈസ് ടാൻ തീറ്റ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പറയൂ v²/rg എന്നാണ്. v²/rg. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ടിൽറ്റിംഗ്? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് v²/rg എന്ന് വരും. സോ ഇത്രയും ആംഗിളിലാണ് അയാൾ ചരിക്കേണ്ടത്. മനസ്സിലായോ? സോ അയാളുടെ വെലോസിറ്റി അയാൾക്കറിയാം. നോക്കൂ, ആറിൻ്റെ വാല്യൂ, ആ റോഡിൻ്റെ റേഡിയസ്, സർക്കുലർ റോഡിൻ്റെ റേഡിയസ് അറിയാം, ജിയുടെ വാല്യൂ അറിയാമെങ്കിൽ ആംഗിൾ ഓഫ് ടിൽറ്റിംഗ് അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഓർത്ത് വയ്ക്കാന്നുള്ള കേസല്ലേ ഉള്ളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല. സോ ഐ വിൽ എക്സ്പ്ലെയിൻ ദ എൻറ്റയർ തിങ്സ് ഓൺസ് അഗെയിൻ. ഇത് ടെൻഷൻ അടിച്ച് വലുതാക്കാതിരുന്നാൽ മതി. സോ ഓൺസ് അഗെയിൻ, സോ വി ആർ എക്സ്പ്ലെയിനിങ് അബൌട്ട് സൈക്ലിസ്റ്റ് നെഗോഷിയേറ്റിംഗ് എ കാർ. അപ്പോൾ നോക്കിക്കോളൂ, സൈക്ലിസ്റ്റിനെ ആദ്യം വരയ്ക്കാം. ആദ്യം സൈക്ലിസ്റ്റ് വരച്ചിട്ട് പിന്നെ റോഡ് വരയ്ക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഓക്കെ, അപ്പോൾ ഇത് സൈക്കിൾ, മഡ്ഗാർഡ്, ബാക്കി ഭാഗങ്ങൾ പറയും. ഇതാണ് സൈക്കിൾ. ഓക്കെ, ഇനി ഇത് അതിൻ്റെ ഹെഡ്ലൈറ്റ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞ സൈക്കിൾ നേരെയുള്ള ഒരു പിക്ചർ കൂടെ ഞാൻ ഇവിടെ വരച്ചേക്കാം. സി ദിസ് ഈസ് ദ ബൈസൈക്കിൾ. ഓക്കെ, ദെൻ മഡ്ഗാർഡ്, ഫോർക്ക്, ഹാൻഡിൽ. ഇനി അടുത്ത ഇത് ഹെഡ്ലൈറ്റ്. ദെൻ ഇതെന്താണ്? വെയിറ്റ് mg. ദെൻ ഫ്രം ഫ്ലോർ there will be normal force upwards in the normal situation. So listen, this is your cyclist. See, cyclist. ഓക്കെ, ഇതിനകത്ത് ആളുണ്ട്, ആളിനെ കൂടെ ഞാൻ വരയ്ക്കുന്നില്ല, അത് അയാളാണ് സൈക്ലിസ്റ്റ്. അപ്പോൾ ഇത് സൈക്കിളാണ്. സോ ഇതാണ് സർക്കുലർ റോഡ്, ഇതിൻ്റെ സെൻറ്റർ. അപ്പോൾ സെൻറ്ററിനെ എയിം ചെയ്താണ് അയാൾ ചരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ചരിച്ചുകളയരുത്. ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് ചരിക്കേണ്ടത്, അതിന് പകരം ഇങ്ങനെ കൊണ്ട് ചരിച്ചാൽ ഇവരും അറിയും. സോ ലിസൺ, അപ്പോൾ ലിസൺ പ്രോപ്പർലി. What is the weight here? mg. Then here normal is now in this condition. So from vertical, so the angle of tilting is theta. Then this is n. Then n can be resolved into two components. What are they? Adjacent component is this one, the other component is this one. See, this is n cos theta, this is n sin theta. This will be directed towards the center of the road. See, this n sin theta will offer centripetal force. Then n cos theta will balance weight. See, mg ഇവിടെ എടുത്ത് വയ്ക്കാം. So mg. So mg will be balanced by n cos theta. Then n sin theta will provide centripetal force. Okay, ഒന്നുകൂടെ. So consider a cyclist negotiating a car. See, when he is riding normally, the weight is n, normal force will be n. While negotiating the curve, he tilts his position through an angle theta from vertical. Actually, he is tilting the normal. Through an angle theta with vertical. Then what is the next? N can be resolved into two components. What are they? N cos theta and n sin theta. N cos theta will balance weight. N sin theta will provide necessary centripetal force. So shall I write? See, tell me. N sin theta will provide centripetal force. What is it? mv²/r. Equation number 1. Then n cos theta balances weight. So is equal to mg. Two equations we are getting. So you divide the equations. Equation 1 by equation 2. N sin theta by n cos theta. N cancel, we get a tan theta is equal to mv²/r divided by mg. Becomes into 1 by mg. Am I right?
So m cancel. I am getting tan theta is equal to v square by rg. On cross multiplication I can get v square is equal to rg tan theta and v is equal to root of rg tan theta. Okay. This is a velocity he can attain while doing this way. So on increasing the angle of tilting, see, tan theta increases. So the velocity he can increase. See, if he is coming at, see, from this equation it is very clear. Velocity is directly proportional to root of tan theta. So when theta is increased, tan theta value increases. So he can ride at a greater speed. So if he wants to ride his bicycle at a greater speed, so he must increase the angle of tilting. Okay. So ഇത് നമ്മൾ ബൈസൈക്കിളിൻ്റെ കേസിലും ബൈക്കിൻ്റെ കേസിലും ഒക്കെ നമ്മൾ കാണുന്നതാണ്, റൈഡൊക്കെ നമ്മൾ കാണുന്നതാണ്. ദെൻ അടുത്തെന്താണ് നമ്മൾ പറയേണ്ടത്? സി വാട്ട് ഈസ് ടാൻ തീറ്റ? സോ വാട്ട് ഈസ് ടാൻ തീറ്റ? Tan theta is equal to v square by rg. V square by rg. Then what is theta here? Theta is equal to tan inverse v square by rg. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? This is an angle of tilting. So that is angle of tilting. It is very clear. Angle of tilting is directly proportional to v square here. Am I right? So when velocity is increased, so he has to increase the angle of tilt. Okay. So that's all. So can you explain the entire things? Say I am considering a bicycle riding in a normal way. What is the weight? Mg. What is the normal force? N. Okay. Then while negotiating a curve, the person tilts. Then what is he doing? He is actually tilting the normal through an angle theta. Then what is the next? N can be resolved into two components. What are they? N cos theta and N sin theta. N cos theta balances weight. N sin theta provides necessary centripetal force. So accordingly we are getting two equations. Dividing the equations, I am getting this. Then from this I am calculating the value of v. This is a velocity he can attain while doing this way, doing this process. So while tilting his bicycle, he can ride at a greater speed. If he is coming at a greater speed, he must increase the angle of tilt. See, when theta is increased, tan theta increases, the velocity value can be increased. So velocity proportional to tan theta. So if the velocity is greater, angle of tilting must be increased. Then what is the next one? From this tan theta is equal to v square by rg. Then what is theta? Tan inverse v square by rg. So this is the angle of tilting required to attain the velocity v. Is it clear? ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ?